കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്താണ് യുവജനങ്ങളെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കുട്ടിക്കാനം മരിയം കോളേജിൽ നടന്ന കാഞ്ഞിരപ്പള്ളി രൂപത SMYM യുവജനങ്ങളുടെ മഹാസംഗമം നസ്രാണി യുവശക്തി 2024 ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കാഞ്ഞിരപ്പള്ളി രൂപത യുവജന സംഗമം നസ്രാണി യുവശക്തി മഹാസംഗമം ശ്രദ്ധേയമായി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ 148 ഇടവകളിൽ നിന്നായി 3000-ഓളം യുവജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്താണ് യുവജനങ്ങളെന്നും ഇന്നത്തെ സഭ യുവജനങ്ങളാണെന്നും യുവജനങ്ങൾ നഷ്ടപ്പെട്ട സഭ വാർദ്ധക്യസഹജമായ സഭയാണെന്നും നിങ്ങളില്ലാത്ത സഭ വന്ധ്യത്വമുള്ള സഭയാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. യുവജനങ്ങൾ സഭയുടെ സ്വത്തും അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനവുമാണ്. നല്ല കുലീനത്വമുള്ള സാക്ഷ്യമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നേർചിത്രമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയെന്ന് മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പടുത്തുയർത്തിയ പള്ളികളല്ല, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ യുവ ജനതയുമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. ക്രിസ്തുസ് വീവിത്ത് എന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യുവജനങ്ങൾക്കോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്ന ഒരു പ്രമാണരേഖയുണ്ട്. ക്രിസ്തു ഇപ്പോഴും ജീവിക്കുന്നു, ക്രിസ്തുസ് വീവിത്ത്. മാർപ്പാപ്പ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ യങ്സ്റ്റേഴ്സ് ആർ ദ നൗ ഓഫ് ദ ചർച്ച്. നമ്മുടെ യുവജനങ്ങൾ സഭയുടെ ഇന്നാണ്. ഞങ്ങളൊക്കെ ഇന്നലകളാണ്, നമ്മുടെ കുട്ടികൾ നാളുകളാണ്. പക്ഷെ ഇന്നത്തെ സഭ എന്ന് പറയുന്നത് നിങ്ങൾ യുവജനങ്ങളാണ്. സഭയുടെ കരുത്താണ് യുവജനങ്ങളെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. കേരളത്തിലെ ഒട്ടേറെ നല്ല സാധ്യതകളെ നിങ്ങൾ ഉപയോഗിക്കണമെന്നും ഇവിടെ തന്നെ മുളച്ചു വളരേണ്ട വിത്തുകളാണ് നിങ്ങൾ ഓരോരുത്തരുമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. ആധുനിക ലോകത്ത് ധാരാളം രക്തസാക്ഷികളുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ സന്നദ്ധതയുള്ള രക്തസാക്ഷികൾ. അവരെല്ലാവരും വൈദികരും സന്യസ്തരുമൊന്നുമല്ല. അവരിൽ ഏറെ പേരും അൽമായരാണ്, യുവജനങ്ങളാണ്, ചെറുപ്പക്കാരാണ്. കർത്താവിന്റെ ചുടുരക്തം ജീവിതത്തിലൂടെ പ്രവഹിക്കുന്നവരാണ്, ഹൃദയത്തിൽ എരിയുന്ന കനലുകൾ ഉള്ളവരാണ്. അങ്ങനെയുള്ള ഒരു യുവജന നിരയാണ് നമുക്കിന്നുണ്ടാവേണ്ടത്. നിങ്ങൾ എവിടെയായിരുന്നാലും ധീരമായിട്ട് കർത്താവിന്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുക. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരോ വലിയ പണ്ഡിതന്മാരോ എഴുത്തുകാരോ ഫിലിം ആർട്ടിസ്റ്റുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഫീൽഡുകളിലുള്ളവരായിക്കൊള്ളട്ടെ, എവിടെയായിരുന്നാലും വിശ്വാസത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ കർത്താവിന്റെ ധീര സാന്നിധ്യങ്ങളായിട്ട്, ധീരതയുള്ള പ്രേക്ഷിതരായിട്ട് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. SMYM രൂപതാ പ്രസിഡന്റ് അലൻ വെള്ളൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ ആമുഖ പ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായിരുന്നു. രൂപതാ വികാരി ജനറൽ റവറ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം, ആനിമേറ്റർ സിസ്റ്റർ മേബിൾ SABS, രൂപത SMYM ജനറൽ സെക്രട്ടറി അലൻ പടിഞ്ഞാറേക്കര, ആൻമരിയ കൊല്ലശ്ശേരിയിൽ എന്നിവർ പ്രസംഗിച്ചു. സ്വർഗം സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കടന്നുവന്ന പുതുമുഖ നടി മഞ്ചാടി ജോബിയെയും ഈ വർഷം സന്യാസ വസ്ത്രങ്ങൾ സ്വീകരിച്ച സിസ്റ്റേഴ്സിനെയും സംഗമത്തിൽ അനുമോദിച്ചു. ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിലെ കുട്ടികളുടെ മ്യൂസിക് ബാൻഡ്, ദിവ്യകാരുണ്യ ആരാധന, ബ്രോ ഹൗസ് അണിയിച്ചൊരുക്കിയ ചെണ്ട, വാട്ടർ ഡ്രം, DJ പ്രോഗ്രാം എന്നിവയും സംഗമത്തിൻ്റെ ഭാഗമായി നടത്തി. ഷെക്കീന ന്യൂസ്, കോട്ടയം.